അപ്പോൾ നമ്മുടെ വൈറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കാം വൈറ്റ് കേക്ക്. അപ്പോൾ വളരെ ചെറിയ സാധനങ്ങളല്ലേ വേണ്ടു. നമുക്ക് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അപ്പോൾ നമുക്ക് വൈറ്റ് കേക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം ബേക്കിംഗ് ട്രേ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ബേക്കിംഗ് പേപ്പർ കട്ട് ചെയ്തെടുക്കേണ്ട. അതിനൊരു എളുപ്പ വഴിയുണ്ട് കേട്ടോ, റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സ്ക്വയർ ടൈപ്പിലുള്ള ബേക്കിംഗ് പേപ്പർ എടുത്ത് നന്നായി രണ്ടായി മടക്കി പിന്നെ 4ആയി മടക്കി ഈ നമ്മുടെ ബേക്കിംഗ് ട്രേയുടെ അടിഭാഗത്ത് കൊണ്ടുവന്ന് മൊനയുള്ള ഭാഗം ബേക്കിംഗ് ട്രേയുടെ നടുക്ക് വെച്ച് കത്രിക കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ നല്ല റൗണ്ട് ഷേപ്പിന് തന്നെ കിട്ടും. അപ്പോൾ അതേപോലെ നല്ല റൗണ്ട് ഷേപ്പിന് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അടിയിൽ വെച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് ബട്ടർ ഒന്ന് പരട്ടി കൊടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. അതിലേക്ക് തന്നെ ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുകൂടാതെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ അരിക്കുവാണ്. അപ്പോൾ നമ്മളിത് അരിക്കുമ്പോൾ 2-3 തവണയെങ്കിലും അരിക്കണം. എന്നാൽ മാത്രമേ അതിൽ നല്ല തരികളൊക്കെ ഉണ്ടാവുമല്ലോ, അത് മാറിക്കിട്ടണം. എന്നാൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഒരു 3 തവണ ഇതുപോലെ അരിച്ചാൽ അതിൽ പൊടിയോ അങ്ങനെ കട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇത് 2-3 തവണ അരിച്ച് നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി അടുത്തതായി മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് 4 മുട്ടയുടെ വെള്ളയാണ് എടുത്തത്. അപ്പോൾ ആ 4 മുട്ടയുടെ വെള്ളയും ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഏതാണ്ട് ഒരു ഫ്ലഫി ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നാകെ ഇടരുത്, കുറേശ്ശെയായിട്ട് വേണം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇതിനെ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി ഇതിനെ എടുക്കണം. ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് എടുത്തിട്ടാണ് ഇതിനെ നല്ല ഫ്ലഫി ആക്കി ഞാൻ ബീറ്റ് ചെയ്ത് എടുത്തത്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത്, നമുക്കൊരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ കേക്കിന് ഏതൊരു ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിൽ വേണം എടുക്കാൻ. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ഒരു 1/4 കപ്പ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. ക്രീമി ആവുന്നത് വരെ ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ക്രീമി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ സമയം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളെ ഓരോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പാല് ചേർക്കേണ്ടതായി വരും. എന്നാൽ മാത്രമേ ഇത് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വരുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. പാല് ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസി മാത്രമേ വരാൻ പാടുള്ളൂ. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം നല്ലപോലെ മിക്സായി. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ സ്പാച്ചുലർ കൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിങ്ങനെ ടാപ്പ് ചെയ്യാവേ. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ഒരു 150 ഡിഗ്രിയിൽ നമുക്കിതിനെ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്കിതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് 3 പ്ലേറ്റിലാക്കി വെക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സിറപ്പ് നമുക്ക് തയ്യാറാക്കണമല്ലോ. ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് കാച്ചി തണുത്ത ഒരു 1/2 കപ്പ് പാല് ഞാൻ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി അതിൻ്റെ കൂടെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്ക് ഒരു 3 ടേബിൾ സ്പൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇതിനെ മിക്സ് ചെയ്യുക. ഇനി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഓരോ ലെയറിലും നല്ലതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ചേർത്താൽ മാത്രമേ ആ കണ്ടൻസ് മിൽക്കിൻ്റെ ആ ടേസ്റ്റൊക്കെ ആ കേക്കിലങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മുറിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ കേക്ക്. നമ്മൾ ഓരോ ലെയറിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ക്രീം തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് ക്രീമാണ് ഇതിലേക്ക് എടുത്തത്. ഇത് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐസ് ക്യൂബ്സിൻ്റെ മുകളിൽ ഈ പാത്രം അങ്ങ് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഒന്നത് സ്റ്റിഫായിട്ട് വരാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇങ്ങനെ ഐസ് ക്യൂബ്സ് വെച്ച് ചെയ്യുന്നത്. 1 മിനിറ്റ്, ഒന്നാമത്തെ സ്പീഡിൽ 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് 2, 3, 4 എന്ന സ്പീഡിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും. സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഇത് നല്ലൊരു സ്റ്റിഫായി വരുന്നുണ്ട്. അഞ്ചാമത്തെ സ്പീഡിൽ നമുക്കൊരു 10-20 സെക്കൻഡ് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏതാണ്ടൊരു സ്റ്റിഫായി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ സ്റ്റിഫായിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് അഞ്ചാമത്തെ സ്പീഡിൽ ഒരു 20 സെക്കൻഡും കൂടെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക, ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്റ്റിഫായി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പാച്ചുലർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി നോക്കുമ്പോൾ നമുക്കത് വീഴുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നല്ലൊരു സ്റ്റിഫായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് കേക്കിന് നമുക്ക് ടോപ്പിംഗ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് കേക്ക് ബേസ് എടുത്ത് വെച്ചു. കേക്ക് ബേസിൻ്റെ മുകളിൽ കുറച്ച് ക്രീം, ഇതുപോലെ ഒന്ന് കുറച്ച് ക്രീം ഒന്ന് പരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ ഒന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളെന്ന് വെച്ചാൽ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ആക്കി കൊടുക്കുക. എല്ലാ സ്ഥലത്തും ഒരുപോലെ വരത്തക്ക രീതിയിൽ ഒരു നൈഫ് വെച്ചിട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് രണ്ടാമത്തെ ലെയർ അതുപോലെ വെച്ച് വീണ്ടും നമുക്ക് ഇതുപോലെ ക്രീം വരട്ടി കൊടുക്കാം. അങ്ങനെ 2-3 ലെയർ ചെയ്യുക. സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ക്രീം ഇതുപോലെ നമുക്കിങ്ങനെ പരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്ക്രാപ്പർ എടുത്ത് നല്ല പോലെ എല്ലാ സ്ഥലവും നല്ല പോലെ ഇങ്ങനെയൊന്ന് നല്ല ലെവലാക്കി നല്ല ഷേപ്പാക്കി കൊണ്ടുവരാം. അപ്പോൾ നല്ല ലെവലായി നല്ല ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ വൈറ്റ് കേക്കല്ലേ, അപ്പോൾ ഞാൻ ഇതിന് അധികം ഡിസൈനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഇതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ക്രീം ഇങ്ങനെ പരട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ അടിഭാഗം അറ്റത്ത് ഒരു കത്രിക കൊണ്ട് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഹോളാക്കി കൊടുക്കും. എന്നിട്ട് അത് വെച്ചിട്ട് ഞാനൊരു നൂല് പോലെയുള്ള ചെറുതായിട്ടുള്ള ഡിസൈൻ, അത് വൈറ്റിൽ കാണാൻ നല്ല ഒരു രസമായിരിക്കും. വൈറ്റ് ഡിസൈൻ തന്നെ നല്ല രസമായിരിക്കും. ഒരു നൂല് പോലെയുള്ള ഇങ്ങനെയുള്ള ഡിസൈൻ അത് കേക്കിൻ്റെ എല്ലാ സ്ഥലത്തും ഒരുപോലെ നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കണേ. അപ്പോൾ നല്ല പോലെ ആക്കി കൊടുക്കാം. നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ഇതിലേക്കൊരു ഗ്രാനുൾസ്, നമുക്കിതൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഈ ഗ്രാനുൾസ്. അപ്പോൾ അത് നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്നിങ്ങനെ വേറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.